സത്യം പറഞ്ഞാൽ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഗെയിം എന്താണെന്ന് ബിഗ് ബോസിനോ അത് കാണുന്ന പ്രേക്ഷകർക്കോ ഇതുവരെ മനസ്സിലായിട്ടില്ല. ശരിക്കും സായിയുടെ തരത്തിലുള്ളൊരു മൈൻഡ് ഗെയിം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പ്രേക്ഷകർ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് ബിഗ് ബോസിനെ കാണേണ്ടിയിരിക്കുന്നു. ശരിക്കും നമ്മുടെ ഒന്നും ചിന്തയിൽ ഒതുങ്ങുന്നതല്ല സായി എന്നൊരു പ്ലെയറിൻ്റെ ആ ഒരു മൈൻഡ് ഗെയിം എന്ന് പറയുന്നത്. ബിഗ് ബോസ് പോലും ഒരു കണക്കിന് എന്താണ് സായി അവിടെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ആദ്യമേ സംസാരിച്ച് കയ്യിലുള്ള സ്റ്റോക്കെല്ലാം കളയുന്നവരെക്കാട്ടിയും എല്ലാവരെയും കുറിച്ച് പഠിച്ച് ഇരുന്ന് കറക്റ്റായി ഡീറ്റെയിലൊക്കെ എടുത്ത് എഴുതി വെച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്ത് വളരെ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് കളിക്കാനുള്ളൊരു പ്രത്യേകതരം ഗെയിം പ്ലാനാണ് സായിയുടേത്. ഇതുവരെ ഇന്ത്യയിലുള്ളൊരു ബിഗ് ബോസ്, ഇന്ത്യയിലെന്നല്ല എനിക്കൊന്ന് ലോകത്തൊരു ബിഗ് ബോസിലും കാണാത്ത തരത്തിലുള്ള ഒരു ഷാർപ്പ് മൈൻഡ് ഗെയിമാണ് സായിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതറിയാണ്ടാണ് നമ്മൾ പലരും സായിയെക്കുറിച്ച് ഇങ്ങനെ അനാവശ്യമായിട്ട് ട്രോളുകളൊക്കെ ഉണ്ടാക്കി വിടുന്നത്, സായിയെക്കുറിച്ച് കുറ്റം പറയുന്നത്. ഒരുവിധ എല്ലാ ചാനലുകളും ഇപ്പോൾ സായി ആവശ്യമില്ലാണ്ട് ട്രോളുന്നുണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഇത് മനസ്സിലാക്കാനുള്ള സ്റ്റാൻഡേർഡ് നമ്മളെ ഓഡിയൻസിനില്ല. ബിഗ് ബോസിലെ ഓഡിയൻസിന്, ഇപ്പോഴത്തുള്ള ഓഡിയൻസിന് സായിയുടെ തരത്തിലുള്ള മൈൻഡ് ഗെയിം കളിക്കാനുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടില്ല. ശരിക്കും ഇതിനു മുമ്പത്തെ ബിഗ് ബോസിൽ ഒരു കാർ ഗെയിം ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ സായി അവിടെ വെച്ച് സ്റ്റഡി ചെയ്ത കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ആ കാർ ഗെയിമിനകത്ത് കലക്കുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഗ്രാഫ് ചേഞ്ച് ആകും, വേറെ ലെവലിലോട്ട് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞില്ല, ഒരു സ്പാർക്ക് മതി, ഒരു പോയിന്റ് മതി സായിക്ക് ഇതിനെ മൊത്തം തലകുത്തനെ ആക്കിയിട്ട് വേറെ ലെവലിലോട്ട് കൊണ്ടുപോകാൻ. അത് മനസ്സിലാക്കേണ്ടാണ് നമ്മളിങ്ങനെ ഓരോരോ ട്രോളുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും രാജാക്കന്മാരുണ്ടാവുകയല്ല, ഉണ്ടാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ അതിസൂക്ഷ്മവും കഠിനവുമായിട്ടുള്ള പ്ലാനിങ്ങുകൾ ഉണ്ടായിരിക്കും. ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത, മറ്റുള്ളവർക്ക് പിടികെടുക്കാത്ത തരത്തിലുള്ള പ്ലോട്ടിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതെല്ലാം വെച്ചുകൊണ്ട് വളരെ അമാനുഷികമായ രീതിയിലൊരു തിരിച്ചുവരവാണ് സായി ചെയ്യാൻ പോകുന്നത്. ശരിക്കും തിരിച്ചുവരവെന്നല്ല പറയേണ്ടത്, ഇത് സായിയുടെ പ്ലാനാണ്. ഇത് മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് ഒരു പകുതി കൂടുതൽ ആൾക്കാർക്ക്, എനിക്കൊന്ന് 99% ആൾക്കാർക്കും അതിനുള്ള കഴിവ് കിട്ടിയിട്ടില്ല. എന്നെപ്പോലുള്ള 1% ആൾക്കാർക്ക് മാത്രമേ സായിയുടെ ഒരു മൈൻഡ് ഗെയിം എന്താണെന്ന് മനസ്സിലാവുന്നുള്ളൂ. അത് മനസ്സിലാക്കുമ്പോൾ രാജാവ് തിരിച്ചു വരുമ്പോൾ രാജാവ് കപ്പടിക്കും. എന്നിട്ട് കാറിനകത്തേക്കൊരു പട്ടാഭിഷേകമുണ്ട്. അന്ന് മനസ്സിലാവും സായി ദ സീക്രട്ട് ഏജൻറ്റ് നിങ്ങൾ കാറിൽ കണ്ട പോലെ അല്ല, വേറെ മാതിരിയാണ്.